ഇടുക്കി മൂന്നാർ ടൗണിൽ തകർന്നു കിടക്കുന്ന നല്ലതണ്ണി റോഡുമായി ബന്ധിപ്പിക്കുന്ന പാലം പുനർനിർമ്മിക്കാൻ നടപടിയില്ല. മേഖലയിലെ ആളുകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി ആളുകൾ യാത്ര ചെയ്തിരുന്ന നടപ്പാലമാണ് നാളുകളായി തകർന്നു കിടക്കുന്നത്. ഈ പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. 2023 ഡിസംബർ 8-നാണ് നല്ലതണ്ണി ജംഗ്ഷനിലെ നടപാലം തകർന്നു വീണത്. അപകടത്തിൽ മൂന്നാർ ന്യൂനഗർ സ്വദേശിക്ക് പരിക്കേറ്റിരുന്നു. പാലത്തിൽ മറ്റാരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് അന്നൊഴിവായത്. നല്ലതണ്ണി മേഖലയിലെ ആളുകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് പാലത്തിലൂടെ യാത്ര ചെയ്തിരുന്നത്. ഈ പാലമാണ് കാലപ്പഴക്കത്താൽ നിലംപതിച്ചത്. എന്നാൽ പാലം തകർന്ന് നാളിത്ര പിന്നിട്ടിട്ടും പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല. തകർന്ന പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് ആവശ്യം. ഇത്രയും കാലത്തിന് ശേഷവും ആ പാലത്തിന്റെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയും അതിനകത്ത് ചെലുത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം വളരെ അടിയന്തരമായിട്ടൊന്ന് കടന്നു വരണമെങ്കിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി, കാരണം ഇതിന് തൊട്ടടുത്തുള്ള PW പാലത്തേക്ക് കടന്നു വരുന്ന അവസ്ഥയാണ്. കാരണം PW പാലത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹന ഗതാഗതം, അതായത് ഇവിടെ മൂന്നാറിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഏറ്റവും അധികം ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു പാലമാണ് ഈ തൊട്ടടുത്ത് കാണുന്ന PW പാലം. ആ പാലത്തൂടെ വഴിയാത്രക്കാർക്ക് നടന്നു പോകാനുള്ള ഒരു സംവിധാനം അവിടെ ഇല്ല. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ, പ്രായമായവർ, രോഗികൾ, തൊട്ടടുത്ത് GH ഹോസ്പിറ്റൽ ഉണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ, GH ഹോസ്പിറ്റൽ തൊട്ടടുത്താണ്. ആ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ ആശ്രയിച്ചിരുന്ന ഒരു പാലമാണ് ഈ പാലം എന്ന് പറയുന്നത്. ഈ പാലം വളരെ അടിയന്തരമായി അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് നടപ്പാതയായിട്ട്, അതായത് വാഹനങ്ങൾ കടന്നു പോകാനുള്ള സംവിധാനം ഇവിടെ ആവശ്യമില്ല, ഇവിടെ നടപ്പാതയായിട്ടെങ്കിലും ആ പാലം പുനർനിർമ്മിക്കണമെന്നാണ് ഈ പൊതുജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പാലം തകർന്നതോടെ നല്ലതണ്ണിയിലേക്ക് പോകുന്ന കാൽനടയാത്രക്കാർ മൂന്നാർ മറിയൂർ റോഡിലുള്ള പാലത്തിലൂടെ ചുറ്റിവളഞ്ഞു വേണം യാത്ര ചെയ്യാൻ. തിരക്കേറിയ ഈ പാലത്തിലൂടെയുള്ള യാത്ര വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് തകർന്ന പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.